നിൽക്കയാണിന്നീ വഴിയമ്പലപ്പടിക്കെട്ടിൽ. വഴി തെറ്റി നിൽക്കയാണിന്നീ വഴിയമ്പലപ്പടിക്കെട്ടിൽ. ഉഴറിത്തിരിഞ്ഞു വന്നെത്തി ഉറവിൻ തെളിനീരു തേടി. വഴി തെറ്റി നിൽക്കയാണിന്നീ അർത്ഥവത്തായ തൻ്റെ കവിതകളിലൂടെ വായനക്കാരിൽ വൈകാരികത പ്രതിധ്വനിപ്പിക്കുന്ന കവയത്രി MT ഗിരിജാകുമാരിയാണ് ഇന്ന് സ്ത്രീ ശക്തിയിൽ അതിഥി. തേടി ഇരുളിൻ തിരശീലമായ്ക്കും. എൻ്റെ എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ അച്ഛനെയും അമ്മയും ഓർക്കാതെ മുന്നോട്ട് കടന്നു പോകാൻ കഴിയില്ല. എൻ്റെ അമ്മ കൊച്ചുകുട്ടികൾക്ക് അക്ഷരങ്ങൾ പകർന്നു കൊടുത്തിരുന്ന ഒരു നിലത്തെഴുത്ത് ആശാട്ടിയായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ കിടക്കയിൽ കിടന്ന് തന്നെ നിരവധി ശ്ലോകങ്ങൾ, ആദിത്യ നമസ്കാരം, അതുപോലെയുള്ള നിരവധി ശ്ലോകങ്ങൾ ചൊല്ലുന്നത് കേട്ടാണ് എൻ്റെയൊക്കെ ബാല്യം ഉണർന്നിരുന്നത്. അച്ഛൻ ചൊല്ലിയിരുന്ന ആദിത്യ നമസ്കാരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, അഷ്ടദിഗ്ജയാ ദേവാദിവാകര കഷ്ടകാലം വരുത്തുമാറാക്കല്ലേ, ശയ്യ തന്നിൽ കിടത്തുമാറാക്കല്ലേ, ആദിത്യ ഭഗവാനെ വണങ്ങുന്നേ. ആദിത്യ ഭഗവാന്റെ പ്രസാദം കൊണ്ടായസുണ്ടായി വരേണം കിടാങ്ങൾക്ക്, ആധിയും മഹാവ്യാധിയും കൂടാതെ രക്ഷിച്ചിടേണം ഭഗവാനെ. അതുപോലെ നിരവധി നമസ്കാരങ്ങൾ, സ്തോത്രങ്ങൾ, അതുപോലെ നിരവധി ശ്ലോകങ്ങൾ. 51 അക്ഷരാളി കലിത തനുലതേ വേദമാകുന്ന ഗേഹിക്കൊമ്പത്തൻപോടു പൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ, ചെമ്പൊൽ താർബാണ ഡംഭപ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മി, സമ്പത്തെ കുമ്പിടുന്നേൻ കഴലിണ വലയാദീശ്വരി വിശ്വനാഥേ. അതുപോലെ മറ്റൊരു ശ്ലോകം എനിക്ക് ഓർമ്മയിൽ വരുന്നതാണ്, പാടത്തും കരനീള നീലനിറമായി വേലിക്കൊരാഘോഷമായി ആടിത്തൂങ്ങി ഉലഞ്ഞലഞ്ഞു സുഹൃതം കൈകൊണ്ടിരിക്കും വിധവും, പാരാതെ വരികൻ്റെ കയ്യിൽ അധുനാ പീയൂഷഡംഭത്തെയും ഭേദിച്ചൻപൊടു കൈപ്പവല്ലി തരസാപറ്റുള്ള വൈദങ്ങളെ. ഇതേപോലെ നിരവധി ശ്ലോകങ്ങൾ അച്ഛൻ ചൊല്ലിക്കേൾക്കുന്നത് കേട്ടാണ് ഞങ്ങളൊക്കെ ഉണർന്നിരുന്നത്. അതായിരിക്കാം ഒരുപക്ഷെ എന്നിൽ കവിതയുടെ ബീജം ആദ്യമായി മുളയ്ക്കാൻ ഇടയായത്. പിന്നീട് ഞാൻ എഴുത്തിലേക്ക് വന്നത് ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം മുതലാണ്. സാധാരണഗതിയിൽ ഒരു എഴുതി തുടങ്ങുന്ന ഒരു കൗമാരക്കാരിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം പ്രണയമായിരിക്കും ഒരു വലിയ ശതമാനത്തിൻ്റെയും വിഷയം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എഴുതിയ ആദ്യത്തെ കവിത വർഷമേഘങ്ങളെ മാപ്പ് എന്നൊരു കവിതയായിരുന്നു. അതായത് പ്രകൃതി നശീകരണത്തിനെതിരെ, നദികളും മലകളും പുഴകളും ഒക്കെ ചൂഷണം ചെയ്യുന്നതിനെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് ഞാൻ ആദ്യമായി എഴുതിയത്. അത് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കോളേജ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ചു വന്നൊരു കവിതയാണ്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ചെറുകഥകൾ എഴുതുമായിരുന്നു, നാടകങ്ങൾ എഴുതുമായിരുന്നു. എൻ്റെ 2 നാടകങ്ങൾ, ഒന്ന് മനുഷ്യൻ, മറ്റൊന്ന് തൊഴിലല്ലെങ്കിൽ ജയിൽ. മനുഷ്യൻ എന്ന് പറയുന്ന നാടകം സ്കൂൾ ലെവലിൽ നിന്നും സബ് ജില്ലാ ലെവലിലെത്തി, ജില്ലാ തലത്തിൽ വരെ എത്തി. അവിടം വരെ എൻ്റെ നാടകം എത്തിയിരുന്നു. അതിനുശേഷം പിന്നെ നാടകത്തിലേക്ക് കടന്നിട്ടില്ല. പിന്നെ ചെറുകഥകളും കവിതകളുമായിരുന്നു എഴുത്തിൽ തുടർന്നു പോരുന്നത്. അവസാനം കവിതയിലാണ് ഉറച്ചു നിന്നത്. ഇന്ന് കവിതയിലാണ് ഞാൻ എൻ്റെ തട്ടകമായി കാണുന്നത്. ഒരു ഡിഗ്രി കാലഘട്ടം മുതൽ അധികവും കവിതയാണ് എഴുതുന്നത്. 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആദ്യത്തെ ബുക്ക് ചേമ്പിലക്കുട, കണ്ണൂരിലുള്ള ലിഖിതം ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. രണ്ടാമത്തെ ബുക്ക് പേടിയാവുന്നു, NBS ആണ് അതിൻ്റെ പ്രസാധകർ. ഇപ്പോൾ അടുത്ത 3ാമത്തെ ഒരു ഖണ്ഡകാവ്യമാണ്, അതിപ്പം അധികം താമസിയാതെ ഇറങ്ങും. അതിനോടൊപ്പം തന്നെ അടുത്ത ഒരു കവിതാ സമാഹാരം കൂടി ഇറക്കാനുള്ള പണിപ്പുരയിലാണ്. അതും എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. അങ്ങനെ സാഹിത്യ മേഖലയിൽ കവിതയിൽ കാലൂന്നി നിന്നുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സാഹിത്യ മേഖലകളിൽ സജീവമായി തന്നെ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. കവിയരങ്ങുകളിലും ആകാശവാണി ഇതുപോലുള്ള ചാനലുകളിൽ അങ്ങനെയൊക്കെ കവിതകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ പ്രീ ഡിഗ്രി തലം മുതൽ കവിതകൾ എഴുതിയെന്ന് പറഞ്ഞില്ലേ.
പക്ഷേ ഒരു 94 ശേഷം ഒരു 10-17 വർഷത്തോളം എന്തോ എനിക്കൊരു റൈറ്റിംഗ് ബ്ലോക്ക് പോലെ വന്ന് സാഹിത്യപരമായിട്ട് ഒന്നും തന്നെ എഴുതാതിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം 2009 ഞാൻ വീണ്ടും കവിതകൾ എഴുതി തുടങ്ങി. അത് എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അന്ന് ഞാൻ കണ്ണൂരാണ്. ഞാൻ ക്ഷീരവികസന വകുപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. പത്തനംതിട്ട ജില്ലയിലാണ് ആദ്യം സർവീസിൽ കയറിയിരുന്നത്. അവിടുന്ന് കണ്ണൂർ ജില്ലയിലേക്ക് ട്രാൻസ്ഫറായി. അങ്ങനെ കണ്ണൂർ ജില്ലയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ചേർന്ന് ഒരു താഴ്വര, അതിമനോഹരമായ എന്താ പറയുക, പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള ഒരു അതിമനോഹരമായ താഴ്വര. അതായത് രക്ഷകൻ എന്നുള്ള സിനിമയൊക്കെ അവിടെ വന്നാണ് ഷൂട്ടിംഗ് നടത്തിയത്. അത്ര മനോഹരമായ ഒരു സ്ഥലമായിരുന്നു. അവിടം വില്ലകൾ പണിയുന്നതിലേക്ക് ആ സ്ഥലം വിൽക്കപ്പെടുകയും ആ അതിമനോഹരമായ താഴ്വര ഇടിച്ചു പൊളിച്ച് ഒരു 36 വില്ലകളുടെ പണി തുടങ്ങുകയും ചെയ്തു. അതെനിക്ക് വല്ലാത്തൊരു വേദനയാണ് ഉണ്ടാക്കിയത്. കാരണം സന്ധ്യാസമയങ്ങളിലൊക്കെ ഞങ്ങൾ ആ മെഡോയിൽ പോയിരുന്ന് ഇങ്ങനെ കവിതകൾ ചൊല്ലുകയും വെറുതെ ഇങ്ങനെ ഇരിക്കുക, നല്ല കാറ്റുകൊണ്ട് ഇങ്ങനെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു താഴ്വരയായിരുന്നത്. അതാണ് വില്ലകൾക്ക് വേണ്ടി പണി തുടങ്ങിയത്. അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും അന്ന് എൻ്റെ ഗ്രാമം എന്നും പറഞ്ഞ് ഞാനൊരു കവിത എഴുതി. അവിടെയാണ് എൻ്റെ 2ാം ഘട്ടത്തിലെ എഴുത്തിലേക്ക് ഞാൻ കടന്നത്. അതായത് എഴുത്തിലേക്കുള്ളൊരു പുനർജനി എന്ന് വേണമെങ്കിൽ പറയാം. ആ കവിത എഴുതി അതിനെ തുടർന്ന് നിരവധി കവിതകൾ ഞാൻ എഴുതുകയുണ്ടായി. അപ്പോഴൊന്നും ഇത് പ്രസിദ്ധീകരിക്കണമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മാസികകൾ അയച്ചു കൊടുക്കണമെന്നോ യാതൊരു ഉദ്ദേശവുമില്ല. അതിനുള്ളൊരു ധൈര്യവും എനിക്കില്ലായിരുന്നു. പക്ഷേ എൻ്റെ കവിതകൾ കണ്ട പലരും കുഴപ്പമില്ല, എവിടെയെങ്കിലും മാസികകൾക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആകാശവാണിക്ക് അയച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള എൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള സഹകവികൾ കണ്ണൂരുള്ളവരാണ്. അവർ പറഞ്ഞ് അങ്ങനെ ഞാൻ കണ്ണൂർ ആകാശവാണിക്ക് അയച്ചു കൊടുത്തു. ആകാശവാണി എന്നെ കവിതകൾ ചൊല്ലുന്നതിലേക്ക് ക്ഷണിച്ചു. നിരവധി കവിതകൾ പിന്നീട് കണ്ണൂർ ആകാശവാണിയിൽ എനിക്ക് ചൊല്ലാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ലളിതഗാനങ്ങൾ 2-3 ലളിതഗാനങ്ങൾ കണ്ണൂർ ആകാശവാണി ഞാൻ ലളിത സംഗീത പാഠത്തിൽ ഉൾപ്പെടുത്തി പഠിപ്പിച്ചു. അങ്ങനെയൊക്കെ അതൊക്കെ ഒരു പ്രൊമോഷനായിരുന്നു, ഒരു പ്രചോദനമായിരുന്നു. അങ്ങനെ വീണ്ടും അതുപോലെ തന്നെ കവിതകൾ നിരവധി മാസികകളിൽ അയച്ചു കൊടുക്കാൻ തുടങ്ങി. സമയം, ചില്ല, കലാകൗമുദി, അങ്ങനെ നിരവധി മാസികകളിലേക്ക് അയച്ചു കൊടുത്തു. ഒക്കെയിലും പ്രസിദ്ധീകരിച്ചു വന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം പകർന്നു. അപ്പോഴാണ് ഇതിനി ഒരു ബുക്കാക്കിയാലോ എന്നുള്ള ഒരു ആലോചന മനസ്സിൽ തോന്നിയത്. അങ്ങനെ കണ്ണൂർ തന്നെയുള്ള ഒരു ചെറിയ പ്രസാധകൻ, ലിഖിതം ബുക്സ്, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് കവിതകൾ കൊടുത്ത് അവരാണ് ആദ്യത്തെ ബുക്ക് ഇറക്കിയിരുന്നത്. ആ ബുക്കിൽ തന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ കണ്ണൂർ ജില്ലയെക്കുറിച്ച് നമുക്ക് മറ്റ് ജില്ലകളിൽ നിൽക്കുന്നവർക്കൊരു പേടിയാണ്. പക്ഷേ കണ്ണൂരിലെ എൻ്റെ ഒരു 10-14 ആ സമയത്ത് ഒരു 10-14 വർഷത്തെ ജീവിതത്തിനോടിടയ്ക്ക് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ചിന്താഗതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതേക്കുറിച്ച് കാണാപ്പുറങ്ങളുടെ തൊട്ടറിവ് എന്ന ഒരു ലേഖനം കൂടി ഞാൻ എഴുതിയിരുന്നു. ആ ലേഖനം കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ ആ ബുക്ക് പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ ലിഖിതം ബുക്സ് ചെമ്പിലക്കുട എന്ന പേരിൽ ആദ്യത്തെ ബുക്ക് ഇറക്കി. അതിനുശേഷം പിന്നെ എനിക്ക് ട്രാൻസ്ഫറായി തിരിച്ച് തിരുവനന്തപുരത്തേക്കൊക്കെ വരികയുണ്ടായി. അപ്പോഴും കവിതകൾ ആദ്യത്തെ ബുക്കിന് ശേഷം നിരവധി കവിതകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം കൂടിയാണ് തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഞാൻ NBSൽ കൊടുത്ത്, അങ്ങനെ NBS എൻ്റെ 2ാമത്തെ ബുക്ക് പേടിയാവുന്നു എന്ന കവിതാ സമാഹാരം ഇറക്കുകയുണ്ടായി. പ്രകൃതി നശീകരണത്തിനെതിരെ ഞാൻ എഴുതിയൊരു കവിതയാണ് അരുതരുതു നീ എൻ്റെ കതിർ വിളയും ഈ വയൽ ഹരിതാഭയാകെ കവർന്നിടല്ലേ, അഴകിയലും ഈ കിളിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഞാനൊന്നു കുളിരണിഞ്ഞോട്ടെ. അത് വളരെ നിരവധി വേദികളിൽ ചൊല്ലാൻ എനിക്ക് അവസരം കിട്ടി. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ആരണ്യകം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട്. ആ പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന് നിരവധി അഭിപ്രായങ്ങൾ, നിരവധി ആസ്വാദനങ്ങൾ ആ കവിതയെക്കുറിച്ച് എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സമൂഹത്തിലെ ജാതീയത, അതിനെതിരെ ഞാൻ എഴുതിയ മറ്റൊരു കവിതയാണ് ശവങ്ങളൊന്നും അറിയുന്നില്ല. ആ കവിത ഞാൻ പിന്നീടറിഞ്ഞു കാസർഗോഡ് ജില്ലയിൽ, അത് കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചു വന്ന കവിതയാണ്. ആ കവിത കാസർഗോഡ് ജില്ലയിലെ ഒരു പൊതു യോഗത്തിൽ ആരോ ഒരാൾ ഈ വിഷയം ഈ എന്താ പറയുക, മതസ്പർദ്ധ അല്ലെങ്കിൽ ജാതീയത അതൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു പൊതുപരിപാടിയായിരുന്നു അവിടെ നടത്തിയിരുന്നത്. ആ സമ്മേളനത്തിൽ ഈ കവിത ആരോ ഒരാൾ ഉയർത്തിക്കാണിച്ച് ഈ കവിത ചൊല്ലി
ആ കവിതയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സംസാരിച്ചുവെന്ന് പിന്നീട് ഞാൻ അറിയുകയുണ്ടായി. വഴി തെറ്റി നിൽക്കയാണിന്നീ വഴിയമ്പലപ്പടിക്കെട്ടിൽ, വഴി തെറ്റി നിൽക്കയാണിന്നീ വഴിയമ്പലപ്പടിക്കെട്ടിൽ, ഉഴറിത്തിരിഞ്ഞു വന്നെത്തി ഉറവിൻ തെളിനീരു തേടി, വഴി തെറ്റി നിൽക്കയാണിന്നീ വഴിയമ്പലപ്പടിക്കെട്ടിൽ. പുതുവെട്ടമെന്നോ പിറക്കും പകലിൻ പുതുനാമ്പു തേടി, ഇരുളിൻ തിരശീലമായ്ക്കും പൊരുളിൻ കഥയുണ്ടു ഞാനീ, വിജനക്കൊടും പാത നീളും പദയാത്രയെന്നോ തുടങ്ങി, വഴി തെറ്റി നിൽക്കയാണിന്നീ വഴിയമ്പലപ്പടിക്കെട്ടിൽ. ചുമലിൽ കനം തൂങ്ങിയിന്നൻ പദവേഗമെങ്ങോ നിലയ്ക്കേ, നിഴലാം വഴിക്കൂട്ടിലുണ്ടൻ അഭയം കുറിക്കും സുഗന്ധം. ഹരിതാഭയറ്റോരു മണ്ണിൽ ചുടുചോര ചിന്തുന്നു രൗദ്രം, ഹരിതാഭയറ്റോരു മണ്ണിൽ ചുടുചോര ചിന്തുന്നു രൗദ്രം, പടരുന്നു മൂകാന്ധകാരം ഒരു ശോകനിർജ്ജരീ താളം. ശരിക്കും പറഞ്ഞാൽ കവിതയ്ക്ക് നിയതമായ ഒരു നിർവചനമോ ഒരു ചട്ടക്കൂടോ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. ചിലർക്ക് നമ്മുടെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിലായിരിക്കാം അവരുടെ അഭിപ്രായങ്ങൾ, മറ്റു ചിലർക്ക് സാഹിത്യമോ സാംസ്കാരികമോ അതുപോലെയുള്ള മറ്റു വിഷയമായിരിക്കാം അവരുടെ വിഷയം. എൻ്റെ രാഷ്ട്രീയത്തെ ഞാൻ കവിതയിലൂടെ പുറം ലോകത്തേക്ക് അറിയിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് എനിക്ക് പറയാനുള്ളത് കവിതയിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ അറിയിക്കുന്നു. ഇന്ന് നമുക്കറിയാം കവിതയെന്ന് പറഞ്ഞാൽ ഗദ്യ കവിതയുണ്ട്, പദ്യ കവിതയുണ്ട്. കവിതകൾ എങ്ങനെയോ ആവട്ടെ, ഗദ്യമോ പദ്യമോ ആവട്ടെ, അതിൽ കവിതയുണ്ടാവണം, അതിലൊരു പ്രമേയം ഉണ്ടാവണം, അതിൽ വിഷയമുണ്ടാവണം, വായിച്ചാൽ മനസ്സിലാകുന്നതായിരിക്കണം. കവിതയിലൂടെ ഈ സാമൂഹ്യ വിഷയങ്ങളെ അവതരിപ്പിക്കുക എന്നതും എൻ്റെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സാംസ്കാരിക രാഷ്ട്രീയമാണ് കവികൾ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1994 ശേഷം കുറേ കാലത്തേക്ക് എനിക്ക് എഴുതാൻ കഴിയാതെ വന്നു. അതായത് 94 എൻ്റെ വിവാഹം. വിവാഹവും ജോലിയും ഒരേ ആഴ്ചയിലാണ് എനിക്ക് കിട്ടിയത്. അതായത് വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തത്. ഒരേ ആഴ്ചയിലായിരുന്നു അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നത്. അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും മൂത്ത മകനെ പ്രസവിച്ചു. അടുത്ത 1.5 വർഷത്തിനുള്ളിൽ ചെറിയ മകൻ, 2ാമത്തെ മോനും ഉണ്ടായി. കുട്ടികളെ വളർത്തണം, ജോലിക്ക് പോകണം, വീട്ടുകാര്യങ്ങൾ എല്ലാം കൂടെ ആയപ്പോൾ എൻ്റെ വീടാണെങ്കിൽ അന്ന് പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിൽ നിന്നും വീണ്ടും ഒരു 10 കിലോമീറ്റർ ദൂരെയുള്ള ഇടമുറി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ അവിടുന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് ഒരു 20 കിലോമീറ്ററിൽ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ദൂരം കാലത്തെ യാത്ര ചെയ്ത് പത്തനംതിട്ടയിൽ വരണം, തിരിച്ച് വീട്ടിൽ ചെന്ന് അപ്പോൾ അപ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മ മരിച്ചു. മക്കളെ നോക്കാനൊക്കെ ആളില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ എനിക്ക് എഴുത്തും സാഹിത്യമൊക്കെ എന്തോ എന്നിൽ നിന്നും അകന്നു പോയ ഒരവസ്ഥയായിരുന്നു. ഒരിക്കൽ പോലും ഇതിനോടിടയ്ക്ക് എഴുതാനുള്ള ഒരു പ്രേരണ തോന്നുകയോ ഒരു കവിത വരികളെങ്കിലും എഴുതുകയോ ഞാൻ ചെയ്തിട്ടില്ല. അതിനോടൊപ്പം തന്നെ എന്തൊക്കെയോ ചില്ലറ കുടുംബത്തിലെ പ്രശ്നങ്ങളാവാം. കുടുംബത്തിലെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരം ചില കാരണങ്ങളൊക്കെയാലാണ് എനിക്ക് ഇത്രയും കാലം എഴുതാൻ കഴിയാതെ വന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈ എഴുതാതിരുന്ന കാലഘട്ടങ്ങൾ അത്രയും കവിത എന്നിൽ നിന്നും അകന്നു പോയിട്ടില്ലായിരുന്നു എന്നും എന്നിൽ കവിതയുടെ ബീജങ്ങൾ മുളച്ചുകൊണ്ടേയിരുന്നു എന്നും ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ വീണ്ടും ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു തുടക്കക്കാരിയുടെ തരത്തിലല്ല എഴുത്തുകളായിരുന്നില്ല എന്നിൽ നിന്ന് വന്നത്. അതായത് മുൻപ് നേരത്തെ എഴുതിയിരുന്ന അതിനൊരു കണ്ടിന്യൂഷനായിട്ടുള്ള
തുടർച്ചയായിട്ടുള്ള ഒരു എഴുത്തിലേക്കായിരുന്നു ഞാൻ വന്നിരുന്നത്. ചില സാഹചര്യങ്ങളാലാണ് എനിക്ക് എഴുതാൻ പറ്റാതെ പോയത്. ഈ കവിത എഴുതി തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ധാരാളം വായിക്കുക. നല്ല നല്ല കവിതകൾ വായിച്ചതിന് ശേഷം, അത് കവിതകൾ മാത്രമല്ല, എന്തു വേണമെങ്കിലും വായിക്കാം. വായിച്ചതിന് ശേഷം മാത്രം എഴുത്തിലേക്ക് വരിക. അല്ലാതെ തുടക്കത്തിലേ എനിക്കൊരു കവിയാവണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി കവിത എഴുതാൻ വരുന്നതിൽ ഇതിനോട് എനിക്കത്ര താല്പര്യമില്ല. നമ്മൾ ഒരുപാട് വായിക്കുമ്പോഴാണ് നമ്മുടെ പദസമൃദ്ധിയും പദസമ്പത്തും കൂടുന്നത്. എന്തെങ്കിലും കിട്ടുന്ന വാക്കുകൾ കൊണ്ട് കവിത എഴുതിയാൽ ഇപ്പം നമുക്ക് കാണുന്നില്ലേ, പ്രസ്താവനകൾ മുറിച്ച് കവിതകൾ പോലെയാക്കിയാൽ, ഒരു വലിയ പ്രസ്താവനയെ 2 3 മുറിച്ച് എഴുതിയാൽ അത് കവിതയാകും എന്ന ഒരു ധാരണയാണ് ഒരു നല്ലൊരു ശതമാനം പുതിയ എഴുത്തുകാരിലും കാണുന്നത്. അങ്ങനെയല്ലാതെ നല്ല കവികളുടെ നല്ല കവിതകൾ വായിക്കുക, അങ്ങനെ പദസമൃദ്ധി നേടിയെടുക്കുക. അതിലൂടെ ഒരു കവിത എന്താണ്, കവിതയിൽ എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ, ഒരു പ്രമേയത്തെ ആവാഹിച്ചെടുക്കാൻ കഴിയുന്നത്, അത് മനസ്സിലാക്കുക. എന്നിട്ട് എഴുതാൻ തുടങ്ങിയാൽ നമുക്ക് കവിത എഴുത്തിൽ വിജയം കൈവരിക്കാനാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ല, നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് സാഹിത്യ മേഖലയിൽ നിന്ന് മാത്രമല്ല, എല്ലാ മേഖലയിലും സ്ത്രീകൾ ചൂഷണത്തിനും അനീതിക്കും വിധേയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കുടുംബത്തിലായാലും സമൂഹത്തിലേക്ക് നമ്മൾ കണ്ണു തുറന്നു നോക്കിയാലും എവിടെയും സ്ത്രീകൾക്ക് വേദനകളും പീഡനങ്ങളും ഒക്കെ തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം വെച്ച് നോക്കുകയാണെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഒരു മുഖ്യ കാരണം എന്ന് എനിക്ക് തോന്നുന്നത്, സ്ത്രീകൾ അവരുടെ ഉപജീവന മാർഗം തേടിയാണ് സ്ത്രീകൾ ഏത് മേഖലയിലാണെങ്കിലും ചെന്നുപെടുന്നത്. അവിടെ അവർ ചൂഷണത്തിന് വിധേയരാകുന്നു. പക്ഷേ ആ ചൂഷകരെ സംരക്ഷിക്കാൻ ഇവിടെ പല മാർഗങ്ങളിലൂടെയും ശ്രമങ്ങൾ നടക്കുന്നു. അവിടെ അനീതിയോ അല്ലെ പീഡനമോ ചൂഷണമോ ഒന്നും വിഷയമല്ലാതെയാകുന്നു. പീഡകരെ എങ്ങനെയും രക്ഷിച്ചു നിർത്തുക, സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ള ഒരു നിലപാടാണ് നമുക്ക് കണ്ടുവരുന്നത്. നമുക്ക് സ്ത്രീ സുരക്ഷയുണ്ട്, സ്ത്രീ ശാക്തീകരണമുണ്ട്, ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലൊക്കെ നടപ്പിലാക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളതിലാണ് വിഷയമിരിക്കുന്നത്. നമുക്കതുപോലെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ നിയമപരമായിട്ട് അല്ലെങ്കിൽ ആ നിയമങ്ങളെ യഥാവിധി വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട്. നിയമങ്ങളുടെ കുറവ് നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ വരുന്ന പാളിച്ചകൾ കൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഇത്രമാത്രം ചൂഷണത്തിന് വിധേയരാവേണ്ടി വരുന്നത്. അത് കുടുംബത്തിലായാലും ഏത് മേഖലയിലായാലും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീ ശാക്തീകരണം നടപ്പിലാവണമെങ്കിൽ സ്ത്രീകൾ തന്നെ സ്വയം മുന്നോട്ട് വരണം. ഞാൻ ശക്തിയുള്ളവളാണ്, എനിക്ക് കഴിവുള്ളവളാണ് എന്ന് സ്ത്രീ സ്വയം മനസ്സിലാക്കി അതിന് തക്കതായി പ്രവർത്തിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്താഗതിയുണ്ട്, തങ്ങൾ മറ്റുള്ളവർക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്, അവരുടെ ആജ്ഞാനുവർത്തികളായി കഴിയേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്താഗതി ഒരു നല്ലൊരു ശതമാനം സ്ത്രീ സമൂഹത്തിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ അറിയുന്നിടത്തോളം ഒരു 99% സ്ത്രീകൾ പീഡനങ്ങളും ദുരിതങ്ങളും വേദനകളും അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഇതൊന്നും എല്ലാവരും പുറത്തു പറയുകയില്ല. എല്ലാവരും വളരെ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് അത്തരം സന്തോഷകരമായ ജീവിതമേ അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ തിരിച്ചറിയേണ്ടത് തൻ്റെ ശക്തി തന്നിൽ തന്നെയാണ്. തനിക്ക് മാത്രമേ തൻ്റെ ജീവിതത്തെ, തൻ്റെ സ്വാതന്ത്ര്യത്തെ നേടിയെടുക്കാനാവുകയുള്ളൂ എന്നുള്ള കാര്യം സ്ത്രീ സ്വയം മനസ്സിലാക്കുക. മറ്റൊരാൾക്ക് വിധേയപ്പെട്ടോ അടിമപ്പെട്ടോ നമ്മുടെ സ്വാതന്ത്ര്യം വേറൊരാൾക്ക് അടിയറ വെച്ചോ ജീവിക്കേണ്ടവരല്ല സ്ത്രീ എന്ന് സ്ത്രീകൾ സ്വയം മനസ്സിലാക്കുക. അതിന് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പത്തിക അടിത്തറയാണ്. ഈ സാമ്പത്തിക അടിത്തറ എന്ന് പറയുമ്പോൾ വലിയ ലക്ഷാധിപതിയോ കോടീശ്വരിയോ ആകണമെന്നൊന്നും അല്ല പറയുന്നത്. സ്വയം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വരുമാന മാർഗം സ്ത്രീകൾ കണ്ടെത്തണം.
നമ്മുടെ ലോകം തുറന്നു കിടക്കുകയല്ലേ, എല്ലാവർക്കും മുന്നിൽ ലോകം തുറന്നു കിടക്കുകയാണ്. നമുക്ക് പറ്റുന്ന ഏതൊരു ജോലിയും ചെയ്ത് സ്വയം സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരു സാമ്പത്തിക അടിത്തറ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്കും മറ്റൊരാൾക്ക് വിധേയപ്പെട്ടോ അടിമയായോ കഴിയേണ്ടി വരില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ സ്ത്രീകൾ തന്നെ സ്വയം സ്ത്രീയുടെ ശക്തി മനസ്സിലാക്കി മുൻപോട്ട് വരണം. നമ്മൾ മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാക്കാൻ പാടില്ല. നാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ കണ്ടെത്തുന്നതിലൂടെ നമ്മുടെ മാത്രം ജീവിതത്തെയാണ് നമ്മൾ കെട്ടിപ്പടുക്കുന്നത്. വേറൊരാൾക്കും ദ്രോഹമോ വേദനയോ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഉത്തമ ചിന്താഗതിയോടുകൂടി സ്വയം സ്ത്രീകൾ അവരവരുടെ ജീവിതം അവരവർ കണ്ടുപിടിച്ച് അവരവർ നേടിയെടുക്കുക, അവരുടെ സ്വാതന്ത്ര്യത്തെ അവരവർ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇറക്കിയ 2 കവിതാ സമാഹാരങ്ങളിലും പലവിധ വിഷയങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള കവിതകളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ പ്രകൃതി നശീകരണമുണ്ട്, പ്രണയമുണ്ട്, എന്താ പറയുക, സമൂഹത്തിൽ കാണുന്ന ജാതീയതയുണ്ട്, അടിച്ചമർത്തലുകളും പീഡനങ്ങളുമുണ്ട്, നമ്മുടെ പ്രകൃതിയിലെ മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കവിതകളാണ് ഈ ഇറക്കിയ 2 കവിതാ സമാഹാരങ്ങളിലുള്ളത്. പക്ഷേ ഇനി ഇറങ്ങാൻ പോകുന്ന കവിത അത് ഖണ്ഡകാവ്യമാണ്. ആ ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് എനിക്കൊന്ന് എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഒരു മൈൽ സ്റ്റോണായിട്ട്, അത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വർക്കായിട്ട് എനിക്കത് തോന്നുന്നു. കാരണം എൻ്റെ മനസ്സിലെന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എൻ്റെ മനസ്സിൽ എന്നും ഒരു വേദനയായിട്ട് നിൽക്കുകയാണ്. ഞാനെന്ന സ്ത്രീ മാത്രമല്ല, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാവാം എല്ലാ സ്ത്രീകളുടെയും വേദന, എല്ലാ അമ്മമാരുടെയും വേദന എൻ്റെ കൂടി വേദനയായിട്ടാണ് ഞാൻ കാണുന്നത്. പറയിപ്പറ്റ പന്തിരുകുലം എന്ന ആ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതേക്കുറിച്ച് നിരവധി കവികൾ, സാധാരണ അല്ലാത്ത എഴുത്തുകാർ ഒക്കെ നിരവധി രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതിലെ പല കഥാപാത്രങ്ങളെയും അടർത്തിയെടുത്ത് പലവിധ രചനകൾ, കവിതകളായും കഥകളായും ലേഖനങ്ങളായും ഒക്കെ പല വിധത്തിൽ അത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ വായിച്ചപ്പോൾ എനിക്ക് എഴുതാൻ കഴിഞ്ഞത് അതിലെ പഞ്ചമി എന്ന ആ അമ്മയുടെ വേദനയാണ്. വരരുചിയുടെ പത്നിയായ പഞ്ചമി, അധസ്ഥിത വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവർണ ജാതിയിൽപ്പെട്ട പറയ ജാതിയിൽപ്പെട്ട പഞ്ചമി എന്ന ആ ഒരു സ്ത്രീ, ആ ഒരു അമ്മ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ എൻ്റെ മനസ്സിനെ ഞാൻ അനുഭവിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. 12 മക്കൾ, ജാതീയതയുടെ ആ ഒരു മേധാവിത്വത്തിൽ നിന്നുകൊണ്ട് വരരുചി എന്ന ആ പണ്ഡിത ബ്രാഹ്മണൻ പറയി ആയ ഈ പഞ്ചമിയോട് കാട്ടിയ ക്രൂരതകൾ ഒരു അമ്മയ്ക്കും ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. നൊന്തുപെറ്റ 12 മക്കളെയും വഴിയരികിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആ ഹതഭാഗിയായ അമ്മയെ അടർത്തിയെടുത്താണ് ഞാൻ എൻ്റെ പഞ്ചമി എന്ന ഖണ്ഡകാവ്യം എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നത്. എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് വെറ്റിനറി ഡോക്ടറാണ്. അദ്ദേഹം കുടപ്പനക്കുന്ന് ട്രെയിനിങ് സെൻറ്ററിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ആയ ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട് കോതമംഗലം. പിന്നെ എനിക്ക് 2 ആൺമക്കളാണ്. മൂത്ത മകൻ അശ്വിൻ, അവൻ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്ലൈഡ് സൈക്കോളജിയിൽ MSc കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇംഗ്ലണ്ടിലെ ബോൺമൗത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്ലിനിക്കൽ സൈക്കോളജി വിത്ത് ഡെവലപ്മെൻറ്റൽ ന്യൂറോ സൈക്കോളജിയിൽ മറ്റൊരു MSc എടുത്തു. ഇപ്പോൾ അവന് UK ഓക്സ്ഫോർഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകൻ, അവനിപ്പോൾ 29 വയസ്സ്. രണ്ടാമത്തെ മകൻ അരവിന്ദ്, അവൻ MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ്. CET, തിരുവനന്തപുരം ശ്രീകാര്യത്ത് CETയിൽ നിന്നാണ് കോഴ്സ് കഴിഞ്ഞത്. അവന് തൃശ്ശൂർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് PSc പോസ്റ്റിംഗായി ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ മക്കൾ 2 പേരും ആ ഒരു നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനും അമ്മയും അക്ഷരങ്ങളെ ഒരുപാട് സ്നേഹിച്ചവരും ആ അക്ഷരങ്ങളോടുള്ള സ്നേഹം മക്കളിലേക്കും ആവാഹിച്ച് നൽകിയവരുമാണ്. ഞങ്ങളെ എത്രമാത്രം പഠിപ്പിക്കാമോ അത്രമാത്രം പഠിപ്പിക്കാൻ 2 പേരും സന്നദ്ധരായിരുന്നു.